രാജസ്ഥാനിൽ ഭജൻലാൽ ഏത് സമയം വേണമെങ്കിലും രാജിവെക്കാം. മന്ത്രിസഭ ആടി ഉലയുകയാണ്. BJP മന്ത്രിസഭ താഴെ വീഴും. 24 മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനം കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ അനുകൂലിക്കുന്ന MLA-മാരുടെ ലിസ്റ്റ് പരസ്യപ്പെടുത്തും എന്ന് വെല്ലുവിളിച്ചിരിക്കുന്നു വസുന്ധര. അതായത് MLA-മാരുടെ കണക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അവരുടെ കയ്യിലുണ്ട്. തന്നെ പിന്തുണയ്ക്കുന്ന MLA-മാർ 43 പേരാണ്. താൻ ഉൾപ്പെടെ 43 MLA-മാർ കൃത്യമായും രാജസ്ഥാന്റെ മണ്ണിൽ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ബാക്കിയുള്ളവരാരും ഭജൻലാലിനെ അനുകൂലിക്കുന്നവരല്ല. അവർ കേന്ദ്ര നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഭജൻലാലിനെ മുഖ്യമന്ത്രിയായി സ്വീകരിച്ചു എന്നത് മാത്രമാണ്. അതല്ലാതെ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഭജൻലാലിനെ മുഖ്യമന്ത്രിയാക്കിയത് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ്. എന്നാൽ വസുന്ധരയെ മറികടക്കണമെന്നുള്ളത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അമിത്ഷായെ ആയിരുന്നാലും നരേന്ദ്രമോദി ആയിരുന്നാലും വലിയ തോതിലൊന്നും ഹൈപ്പ് ചെയ്യാൻ അനുവദിക്കാതിരുന്ന ഒരു ശക്തിയായ അദ്വാനി പക്ഷക്കാരിയായിരുന്നു വസുന്ധര രാജെ. അതുകൊണ്ട് തന്നെയാണ് രാജസ്ഥാനിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വസുന്ധരയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ BJPക്ക് കഴിയാതെ പോകുന്നത്. BJPക്ക് അറിയാം, ഭജൻലാലിന്റെ ഭരണം തകർന്നുകൊണ്ടിരിക്കുന്നു. തെറ്റായ തീരുമാനമാണ് അവർ എടുത്തത്. വസുന്ധരയ്ക്ക് വീണ്ടും 3-ാം ഊഴം കൊടുക്കാത്തതിന്റെ പരിണിതമായ ഫലം അനുഭവിക്കുന്നു. എന്നാൽ വസുന്ധര കോൺഗ്രസുമായി മെല്ലെ അടുപ്പത്തിലേക്കാണ്. ഇന്ത്യ മുന്നണിയുമായി കൂടുതൽ അടുക്കാനും ഒരുപക്ഷെ UPA സർക്കാരിന്റെ ഘടകകക്ഷിയാകാൻ വേണ്ടിയുള്ള പാർട്ടിയെ പിളർത്തൽ ഉൾപ്പെടെയുള്ള നയങ്ങളിലേക്ക് പോകാനും അവർക്കൊരു പ്രയാസവുമില്ല. ഗെലോട്ടുമായി ഏറെ നാളായി വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. ഗെലോട്ട് ഒരു മികച്ച നേതാവ് തന്നെയാണ് എന്ന് പറയുന്നതിൽ വസുന്ധരയ്ക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. അത് കൃത്യമായി ഇപ്പോഴും അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പോഴത്തെ BJP ഭരണത്തെക്കാൾ എത്രയോ മെച്ചമായിരുന്നു ഗെലോട്ടിന്റെ ഭരണം എന്നുള്ളത് വസുന്ധര അക്കമിട്ട് തന്നെ നിരത്തി പറയുന്നു. ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ളതെല്ലാം ഭജൻലാലിന്റെ സർക്കാർ വന്നപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. രാജസ്ഥാനിലെ ജനവിഭാഗം അസ്വസ്ഥരാണ് എന്നതും അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു മോചനത്തിന് വേണ്ടിയുള്ള നീക്കമാണ്. BJPയിലെ പല സാമാജികരും എന്നെ നിരന്തരമായി അവർ ഫോണിലും അതുപോലെ കത്തുകൾ അയച്ചും അവർ തനിക്ക് ഐക്യദാർഢ്യം അറിയിച്ചിരിക്കുന്നു. വസുന്ധരാജി എപ്പോ വേണമെങ്കിലും ഒരു തീരുമാനമെടുത്തോളൂ, ഞങ്ങളൊപ്പമുണ്ട് എന്ന് അതിലെ നിരവധിയായിട്ടുള്ള MLA-മാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ നമുക്കറിയാം വസുന്ധരയോടൊപ്പം കൂറുള്ള 43ഓളം MLA-മാരുടെ പിന്തുണ വസുന്ധര ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ BJP കിടുങ്ങും. BJPക്കെതിരെയുള്ള രാഷ്ട്രീയ ബോംബ് തന്നെയാണ് വസുന്ധരയുടെ കയ്യിലുള്ളത്. അത് ഏത് സമയം അത് ഒരു വൻ കാട്ടുതീ പോലെ BJPയുടെ രാജസ്ഥാൻ സ്വപ്നം തന്നെ തകർന്ന് കത്തി അമരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.